നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ ബിരിയാണിയാണ്. കുക്കിംഗ് അറിയാത്തവർക്കും ഈസി ആയിട്ട് ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ലേശം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നീളത്തിലരിഞ്ഞ 2 സവോളയും 2 തക്കാളിയും ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വരണ്ട് വരും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ക്യൂബ്സാണ്. ഇവിടെ അത് ഫ്രോസൺ ആയിട്ട് കിട്ടും. കൂടെ ഒരു 6-7 പച്ചമുളകും കൂടി ചതച്ചിട്ട് എൻ്റെ കൂടോട്ടിട്ട് വരട്ടുക. കൂടെ 3 സ്പൂൺ ഗരം മസാലയും കൊറിയാണ്ടർ ലീഫും ഇടുക. എൻ്റെ കൂടെ ചിക്കൻ, ഞാനിപ്പം ഇവിടെ ചിക്കൻ്റെ ലെഗ് പീസസാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇട്ട് ലേശം ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കൻ വേവിക്കാൻ വയ്ക്കാം. ഇനി ബിരിയാണി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്തോട്ട് ക്യാരറ്റും ബീൻസും ചേർക്കുന്നുണ്ട് കേട്ടോ. റൈസിൽ അരിഞ്ഞു വെച്ച അതും സവോളയും പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്തോ കേട്ടോ. അതോട് ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഞാനിവിടെ ബട്ടർ ഗീ ആണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം കുതിർത്ത് വെച്ച അരി കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ ബസുമതി റൈസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഒരല്പം നാരങ്ങാനീരും ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് ഇളക്കുക. ശേഷം ഞാനിവിടെ 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം, ചൂടുവെള്ളം ആണ് ചേർക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി മൂടി വയ്ക്കാം. എല്ലാം റെഡി ആയതിനു ശേഷം കുറച്ച് കൊറിയാണ്ടർ ലീഫും കൂടി ഇട്ട് ദം ചെയ്തെടുക്കാം. ഇത് കുക്കിംഗ് അറിയാത്തവർക്കും കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അധികം മസാലകളൊന്നും ചേർക്കാത്ത ഒരു ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സാലഡ് സെറ്റ് ചെയ്യാം. അപ്പം ക്യാരറ്റ്, കുക്കുംബർ, സവോള ഇതെല്ലാം കൂടി ഇട്ട് എങ്ങനെ വേണേലും അരിയാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരൽപ്പം ഉപ്പും നാരങ്ങാനീര് വേണേൽ നാരങ്ങാനീര് ഉപയോഗിക്കാം. ഞാനിവിടെ വിനെഗറാണ് ഉപയോഗിച്ചത്. അതുകൂടി ചേർത്ത് മിക്സ് ചെയ്ത് ബിരിയാണിക്ക് ചെറിയൊരു സാലഡും റെഡി. ഞാനിവിടെ അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് പച്ചമുളകും ഗരം മസാലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ മസാലയ്ക്കകത്ത്. അപ്പം ഏത് കുക്കിംഗ് അറിയാത്തവർക്കും കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും ജസ്റ്റ് നോർമലായിട്ട് ജസ്റ്റ് ഈസി ആയിട്ട് ഒരു 30 മിനിറ്റ്സ് മാക്സിമം എടുക്കുള്ളൂ. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് like, share and subscribe. Thank you for watching.